രത്നങ്ങളെക്കുറിച്ചും രത്നധാരണ രീതികളെക്കുറിച്ചുമുള്ള രത്നശാസ്ത്രയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയായി. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയിൽ പറഞ്ഞ പോലെ നമ്മൾ രത്നങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക്, ഓരോ വ്യക്തികൾക്കും നമ്മൾ പല ചാർട്ടുകളും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവർക്ക് അനുയോജ്യമായ രത്നങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും അതിനെക്കുറിച്ച് പ്രത്യേകം ടച്ച് ചെയ്താൽ പോകുന്നത്. നമ്മൾ ഇപ്പം കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ലഗ്നം ഹൗസസിനെ പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ വൃശ്ചികത്തെ കുറിച്ചാണ് സംസാരിച്ചത്. വൃശ്ചികം, ആ ഒരു വൃശ്ചിക രാശിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമായിരുന്നു, അതിൽ ചന്ദ്രൻ്റെ ഒരു നീചാവസ്ഥയെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു. സ്കോർപ്പിയോ, ചന്ദ്രന്റെ ഡെബിലിറ്റേഷൻ, രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഓരോ ഡെബിലിറ്റേഷൻ സംഭവിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അത് ഒരു ഹൗസിൽ തന്നെ നമുക്ക് നിൽക്കുമ്പോൾ പല ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ്, സർട്ടൻ ഡിഗ്രിയിലാണ് അതിന് ഡെബിലിറ്റേഷൻ സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡിഗ്രി, അത് നിൽക്കുന്ന നക്ഷത്രം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കണം. എന്നാലേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി അതിൽ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നമ്മളെ വാട്സപ്പ് ത്രൂ ആണെങ്കിലും ഇമെയിൽ വഴിയാണെങ്കിലും ബന്ധപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എൻക്വയറിയാണ് ഈ ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു രത്നം. അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ നമ്മൾ ഈ മെസ്സേജ് ത്രൂ കാണാറുണ്ട്. അപ്പം ആ രത്നം എന്താണ്, അത് എങ്ങനെയാണ് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാമോ, അതിൻ്റെ കുറച്ച് വിവരങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ നിന്ന് ഉൾപ്പെടുത്താം. ടൈഗർ ഐ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക്, ഒരു 18ാം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു രക്തമാണ്. ഇത് ആഫ്രിക്കയിലാണിത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിന് നല്ല വിലയുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ അത് 20ാം നൂറ്റാണ്ടോടുകൂടി ഈ നോർത്ത് ആഫ്രിക്കനിലെ പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ മൈനുകൾ കണ്ടെടുത്തു. ധാരാളം ടൈഗർ ഐ നമുക്ക് മൈൻ ദളങ്ങൾ കണ്ടു കിട്ടുകയും മാർക്കറ്റിൽ വരികയും ചെയ്തപ്പം അതിൻ്റെ വില സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു. ഇന്നും ടൈഗർ ഐക്ക് വലിയ വിലയൊന്നും ഇല്ല. എൻ്റെ പേരിൽ തന്നെ അതിൻ്റെ രൂപവും അതിൻ്റെ സ്വഭാവവും അടങ്ങിയിട്ടുണ്ട്. ടൈഗർ ഐ ഒരു കടുവയുടെ കണ്ണയിലോട്ട് നോക്കുന്ന പോലെ ഇരിക്കും. ഒരു കടുവയുടെ ഒരു കളറ് പോലെ തന്നെ നിൽക്കും. ഒരു ഗോൾഡൻ, ഒരു സ്വർണ്ണ നിറത്തോടു കൂടിയ മഞ്ഞ അടരുകൾ, ലേയേഴ്സ് ഉള്ള ഒരു കല്ലാണ് ടൈഗർ ഐ. നമ്മൾ ശരിക്കും ഒരു ടൈഗർ ഐയുടെ ഒരു ദളം, അതായത് ഒരുപാട് പീസസ്, റഫായിട്ടുള്ള കുറച്ച് പീസസ് കൂട്ടി അത് വാഷ് ചെയ്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ദൂരം നോക്കി ഒരു കടുവ കിടക്കാന്ന് തോന്നും. ആ ഒരു ഫീലാ കിട്ടുന്നത് അല്ലേ? ഇംഗ്ലീഷുകാർ പലരും പല രത്നങ്ങൾക്കും പേരിട്ടിട്ടുണ്ട്. ടൈഗർ ഐ എന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും ഒരു കടുവ, അതിൻ്റെ ഒരു അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം, അതായത് ഒരു പ്രൊട്ടക്ഷൻ, ധരിക്കുന്ന ആൾക്ക് ഒരു പ്രൊട്ടക്ഷൻ. ഒരുപാട് സവിശേഷത ഉള്ള കല്ലുകളാണ്. കാരണം ഇത് ഹീലിങ്ങിൻ്റെ ആൾക്കാർ, ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും അവരാണ് വന്ന് ടൈഗർ ഐ കൂടുതൽ വാങ്ങുന്നതും പ്രിഫർ ചെയ്യുന്നതും, ഹീലേഴ്സ്. കാരണം നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻഡ്യൂഷൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ട്രിഗർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് ഈ കല്ലുകൾ ധരിച്ചാൽ, ടൈഗർ ഐസ് ധരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ടൈഗർ ഐയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്കൊരു ഗ്രൗണ്ടിൽ ഉറച്ചു നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഉറപ്പുള്ള ഒരു. അപ്പോൾ ഈ പേര് വരുന്നതൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ ടൈഗർ ഐ, അതുപോലെ തന്നെ കാറ്റ്സ് ഐ, പൂച്ചയുടെ കണ്ണ്,
ഇതെല്ലാം കൃത്യമായിട്ട് പൂച്ചക്കണ്ണ് പോലെ തന്നെയാണ് കാറ്റ്സൈ വൈഡൂര്യത്തിൻ്റെ കല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ. ഒരു മഞ്ഞ നിറത്തിലുള്ള കാറ്റ്സൈ നോക്കിയാൽ കറക്റ്റ് നമ്മൾ രാത്രിയിൽ പൂച്ചയുടെ കണ്ണിലോട്ട് നോക്കുന്ന പോലെ തന്നെ ഇരിക്കും, അതേ ലെയറും ഒക്കെയാണ്. അപ്പോൾ ടൈഗർ ഐക്കും ഇതുപോലെ തന്നെ ഒരു നൂല് പോലെ ഈ അടരുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ധാരാളം അടരുകളുണ്ട്, അതിൽ കൂടെ ഒരു ചെറിയ നേർത്ത നൂല് പോലെ തോന്നും. ശരിക്കും ടൈഗർ ഐയും കാറ്റ്സൈയും തമ്മിൽ ആൾക്കാർക്ക് തെറ്റിപ്പോകാറുണ്ട്. ഈ വൈഡൂര്യം സാർ പറഞ്ഞ ഈ കാറ്റ്സൈക്ക് പകരമായിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് കോട്സ് കാറ്റഗറിയിൽപ്പെട്ട കല്ലാണ് ടൈഗർ ഐ. കോട്സ് കാറ്റഗറി, സ്ഫടികത്തിൻ്റെ കാറ്റഗറി അത്. അതേസമയം നമ്മൾ ഒറിജിനലായിട്ടുള്ള കാറ്റ്സൈകൾ, ഒറിജിനൽ കാറ്റ്സൈ എന്ന് പറയുമ്പം കാറ്റ്സൈ തന്നെ കോട്സ് കാറ്റ്സൈ ഉണ്ട്, അത് വളരെ വില കുറഞ്ഞ ഒരു കാറ്റഗറി. മനസ്സിലല്ലേ? അപ്പോൾ ഇത് കാറ്റ്സൈയെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ചെന്ന് കാറ്റ്സൈ മേടിക്കുമ്പോൾ ഇത് കാറ്റ്സൈ ആണെന്നും പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് കോട്സ് കാറ്റ്സൈ ആയിരിക്കും. എന്നാൽ ക്രിസോബറിൽ എന്ന് പറയുന്ന മിനറൽ അടങ്ങിയിരിക്കുന്നതാണ് ഒറിജിനൽ കാറ്റ്സൈ. ടൈഗർ ഐ കോട്സ് ആണ്, ഇത് ക്രിസോബറിലാണ്. ആ ഒരു വ്യത്യാസം, ഈ വ്യത്യാസം ഇതിനകത്തുണ്ട്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ടൈഗർ ഐ, അതോടൊപ്പം തന്നെ നമ്മൾ കാറ്റ്സൈയുടെ ഒരു ചെറിയ വിവരങ്ങളും കൂടെ ഷെയർ ചെയ്തു. ഡിഫറൻസ് ഉണ്ട്, കാരണം അതിന്റെ മിനറൽസ് ആണല്ലോ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ മരുന്നുകളാണേലും പലതരത്തിലുള്ള മിനറൽസ് ഉണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻസ് ആണ്. ഇതിന്റെ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് രണ്ടിനും ഒരു ചെറിയ ഒരു ചാൽസിഡോണിയൽ എഫക്റ്റ് ഉണ്ട്. ഒരു നൂല് പോലെ പഴുന്ന പോലെ ഒരു സംഭവം കാണാനുണ്ട്. അത് കാറ്റ്സൈയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റും. അപ്പം അതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അതാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് വലിയൊരു ഡേറ്റ് ഓഫ് ബർത്തും സമയവും അസ്ട്രോളജിക്കൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ തന്നെ വാങ്ങി ധരിക്കാവുന്ന ഒരു രത്നമാണ് ഈ ടൈഗർ ഐ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ മൈൻസ് ഇന്ത്യയിൽ തന്നെയാണ്. ഇപ്പോൾ ആന്ധ്രയിലും പുലിവെത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് കാറ്റ്സൈ ഉണ്ട്. കർണാടകയിൽ ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്റ്റോണുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ശ്രീലങ്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. പലയിടത്തുനിന്നും കാറ്റ്സൈ സഫീഷ്യൻ്റ് ആയിട്ട് സർപ്ലസ് ആയിട്ട് ടൈഗർ ഐ ലഭിക്കും. കാറ്റ്സൈക്ക് വില വ്യത്യാസമുണ്ട്. നല്ല കാറ്റ്സൈക്ക് നല്ല വില കൊടുക്കണം. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഈ കാറ്റ്സൈനെ കുറിച്ച് തന്നെ നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നു. ടൈഗർ ഐ നല്ല കളറോട് കൂടി സ്വർണ്ണ കളർ എന്ന് പറയുന്ന സ്വർണ്ണ മഞ്ഞ കളറും ബ്രൗണിഷും ആയിട്ട് നല്ല വെയിറ്റ് ഉള്ള ടൈഗർ ഐക്ക് നല്ല വില വരും. നല്ല വില വ്യത്യാസം ഉണ്ടാവും. നല്ല വില വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മളെന്ന് വെച്ചാൽ ഇത് കബോഷൻ രീതിയിൽ ഇതിന്റെ കട്ടിങ് വരുന്നത് കബോഷൻ കട്ടി നല്ലോണം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിന് ഹോളിട്ട് നമ്മൾ മാലയായിട്ട് ഉപയോഗിക്കാം. നല്ല മാലകൾ ഉണ്ട്. ബ്യൂട്ടിഫുൾ മാലയത്. അത് നമ്മൾ സ്വർണ്ണത്തിൽ കെട്ടണമെന്നൊന്നുമില്ല, വെള്ളി കെട്ടണമെന്നില്ല. വെള്ളിയിൽ വേണേൽ കെട്ടാം. ഇല്ലാത്തവർക്ക് ഇത് കോർത്ത് നല്ല സ്ട്രിങ്ങിലാണ് വരുന്നത്, നല്ല കട്ടിയുള്ള സ്ട്രിങ്ങിലാണ് വരുന്നത്. അങ്ങനെ തന്നെ മാലയായിട്ട് ധാരാളം ആൾക്കാർ ധാരാളം ഒരു ഭംഗിയായിരിക്കും അത്. ടൈഗർ ഐക്ക് ഒരുവിധം സൈസ് ഉള്ള നമുക്ക് 10 mm 12 mm ഒക്കെ സൈസിൽ ഇത് കിട്ടും. നല്ല മാല കിട്ടും. പിന്നെ ബ്രേസ്ലെറ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ബാൻഡ്സ് ഉണ്ടല്ലോ, എലാസ്റ്റിക് വെച്ചുള്ള ബാൻഡുകളുണ്ട്. ആ ബാൻഡുകളിൽ ടൈഗർ ഐ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും അത് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഒരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഒരു മനോബലത്തിനും ഈ ഒരു രത്നം നല്ല മനോബലം വരുമ്പോൾ തന്നെ ആരോഗ്യം വരുമല്ലോ. അതായത് ഈ ആ ഒരു പേരിൽ തന്നെ ഇപ്പം ടൈഗർ, ഒരു കടുവ, അതിൻ്റെ ഒരു പ്രത്യേകതകൾ, ആ കടുവയുടേതായിട്ടുള്ള ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ധൈര്യം, ഒരു ഉറപ്പ് ഒക്കെ ഈ ഒരു രത്നവും ധരിക്കുമ്പോൾ കാരണവശാലി നമുക്ക് ഈ ആനവാല് ധരിക്കുന്നില്ല ആൾക്കാർ. ആനവാല് കൊണ്ടുള്ള മോതിരം, അതിനകത്ത് അത് ആനവാല് ധരിച്ചാൽ വളരെ ധൈര്യം ഉണ്ടാവുന്നൊന്നും നമ്മളങ്ങ് എഴുതി വെച്ച് കണ്ടിട്ടില്ല.
പക്ഷെ നമ്മൾ ആനയുടെ വാല് നമ്മൾ ഇത് ആനവാലാന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടി അങ്ങ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് കൂടുക. അപ്പോൾ ടൈഗറായി കിടക്കുമ്പോഴും സെയിം ഇത് തന്നെ കിട്ടും. നമ്മൾക്ക് എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സംഗതികൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന പോലെ തോന്നും. പണ്ട് ആംസ് ആൻഡ് ആമിനേഷൻസിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതാണ്. യുദ്ധ സമയത്തും ഒക്കെ യോദ്ധാക്കളും എല്ലാം ഉപയോഗിച്ചിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഈ പറഞ്ഞ പോലെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലും ധാരാളം ആൾക്കാർ ഇപ്പോൾ ബാൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ടർക്കിഷ് ഐ പോലത്തെ കല്ലുകളുണ്ട്, ബാൻസുകൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഒരു സുരക്ഷിതബോധം ഒരു അവസ്ഥ, ഇപ്പോൾ സുരക്ഷിതത്വം കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്. ഇപ്പോൾ കുട്ടികളെയൊക്കെ ആണെങ്കിലും സ്കൂളിലോട്ട് അയക്കുന്നവർക്കും അമ്മമാർക്കും ഒക്കെ ആണെങ്കിലും എന്നാൽ പിന്നെ ഒരു കറുത്ത ചരടെങ്കിലും എൻ്റെ കയ്യെ കെട്ടിവിടുക അങ്ങനെ ചിന്തിക്കുമല്ലോ. ഇല്ലേ, സാധാരണ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാൻഡുകളും ഇതെല്ലാം അതിനൊരു ടർക്കിഷ് ഐ പോലത്തെ ബാൻഡുകളുണ്ടല്ലോ, അത് തുർക്കിയിൽ നിന്ന് വരുന്ന കണ്ണ്, നീല കണ്ണുകൾ, ഇതെല്ലാം നമുക്കുള്ള ഒരു തരത്തിൽ നമ്മളുടെ കോൺഫിഡൻസ് ലെവലാണ് അവിടെ വർദ്ധിപ്പിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളല്ല. ടർക്കി ഒരു ബാൻഡ് ധരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മളെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കോൺഫിഡൻസോടുകൂടിയും വിശ്വാസത്തോടുകൂടി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊരു സക്സസ് ഓട്ടോമാറ്റിക്കലി വരും. കോൺഫിഡൻസ് ഇല്ലാതെ എന്ത് ചെയ്താലും അത് സക്സസ്ഫുൾ ആകത്തില്ല. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തുള്ള ധ്യാന ജപങ്ങൾ, മെഡിറ്റേഷൻസ്, എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് മാറുന്നത്. ഒന്നും ചെയ്യാതെയും നമുക്ക് ആൾക്കാർക്ക് കഴിയാം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല. പക്ഷെ ചെയ്താൽ ഗുണമുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ചെയ്താൽ ഗുണമാണ്. അപ്പോൾ ഈ ടൈഗർ ഐ പോലെയുള്ള ആ ഒരു രത്നം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധനയൊന്നും ഇല്ലാതെ ഇപ്പോൾ അവർക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്നും അതിനാവശ്യമില്ല. അങ്ങനെയുള്ള കുറേ സ്റ്റോൺസ് ഉണ്ട്, ഒരുപാട് സ്റ്റോണുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ല പ്രീഷ്യസ് സ്റ്റോണുകൾ, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സെമി പ്രീഷ്യസ് സ്റ്റോണുകളാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം. അതല്ലാത്ത ഈസി ആയിട്ടുള്ള നമുക്ക് ധരിക്കാവുന്ന ഒരുപാട് രത്നങ്ങളും അതിൻ്റെ ബാൻഡുകളും ഇന്നിപ്പോൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. തന്നെ അതിന് വളരെയധികം ആൾക്കാർ അതിലേക്ക് യങ് ജനറേഷൻസ് ഒക്കെ ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. വൃശ്ചികം ആ ഒരു രാശിയിൽ ഒരു ചന്ദ്രൻ്റെ ഡെബിലിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ചന്ദ്രന് ഭയങ്കരമായിട്ട് നീചപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് പറയുകയാണ്. നീചാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വൃശ്ചികം ചൊവ്വയുടെ ഹൗസാണിത്, സൈൻ ഓഫ് സ്കോർപ്പിയോ. അവിടെ അതൊരു ജലരാശിയാണ്. അതുപോലെ തന്നെ ഒരു സ്ഥിരരാശിയാണ്. ഒരു ഇരുളിമയുള്ള രാശി, ഒരു കീടരാശി, ഒരു നിഗൂഢതയുള്ള രാശി. 8th ഹൗസാണ്. നമ്മൾ ഏറീസ് നോക്കുമ്പോൾ സ്കോർപ്പിയോ 8th ഹൗസാണ്. മേടത്തിൽ നിന്ന് വൃശ്ചികം വരെ എന്ന് പറഞ്ഞാൽ 8th ഹൗസാണ്. മേടത്തിൻ്റെ 8th ഹൗസ് വൃശ്ചികം. നിഗൂഢത നിറഞ്ഞ ഒരു ഹൗസാണ്. ഇപ്പോൾ ഈ മൈനിങ് പോലത്തെ സംഗതികൾ, റിസർച്ച്, ഗൂഢമായ കാര്യങ്ങൾ പഠിക്കുന്നത് ഒക്കെ 8th ഹൗസിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നിഗൂഢതയും ജലവും ഒക്കെ നിറഞ്ഞ ആ രാശിയിൽ ചന്ദ്രൻ്റെ ഡെബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചന്ദ്രന് എൻ്റെ ഒരു സ്വഭാവം എന്താണത്? റിഫ്ലക്ഷൻ അല്ലേ, എൻ്റെ പ്രതിഫലന ശേഷി, പ്രതിഫലന ശേഷി ഇതാണല്ലോ. അതിന് സാധ്യതയുണ്ടാകുന്നില്ല അവിടെ. മൊത്തത്തിലൊരു ഇരുട്ടാണ്, ഒരു ഇരുളിമ അവിടെ ഉണ്ട്, വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നത്. അപ്പം അത് നമുക്ക് എല്ലായ്പ്പോഴും അതിന് ഡെബിലിറ്റേഷൻ സംഭവിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നിൽക്കുന്ന ഡിഗ്രിയെ, നക്ഷത്രം എല്ലാം ആസ്പദമാക്കിയിട്ടാണ് അത് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിപ്പം വിശാഖത്തിൻ്റെ ലാസ്റ്റ് ഭാഗം, അനിഴം, തൃക്കേട്ട ഒക്കെ ഈ വൃശ്ചികത്തിലെ
വരുന്ന നക്ഷത്രങ്ങളാണ്. ഓക്കെ. അപ്പം അനിഴം നക്ഷത്രത്തിലൊക്കെ വരുമ്പോൾ ഇത് ഡെബിലിറ്റേഷൻ ഉണ്ട് അതിന്. പക്ഷേ നമ്മൾ ഈ ഡെബിലിറ്റേഷൻ സംഭവിക്കാത്ത അവസ്ഥാവിശേഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സൂര്യൻ നിൽക്കുന്ന രാശി അല്ല ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 180 ഡിഗ്രിയിൽ സൂര്യൻ നിന്നു, നേരെ 7th ഹൗസിൽ വന്നു. സൂര്യൻ്റെ 7th ഹൗസിൽ മൂണും വന്നു. മൂൺ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. അപ്പം നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അത് പൗർണമി ആയി, അത് വെളുത്ത വാവ് വന്നു. വെളുത്ത വാവിൽ സ്വാഭാവികമായിട്ടും ചന്ദ്രന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഫുൾ മൂൺ ഡേ ആണത്. അപ്പോൾ അവിടെ നമുക്ക് വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒരു പരാമർശിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അതിന് ബലം ഉണ്ടാവും. കാരണം അത് പൗർണമി ആയതുകൊണ്ട് ആ ബലം സംഭവിക്കും. അപ്പോൾ അവിടുന്ന് കറങ്ങി സൂര്യൻ കറങ്ങി അല്ല ചന്ദ്രൻ വീണ്ടും അവിടെ നിന്ന് പോയി കറങ്ങി നേരെ വന്ന് വീണ്ടും സൂര്യനുമായിട്ട് ചേർന്നിട്ട് കൺജക്ഷൻ വന്നപ്പം അമാവാസിയായി. അവിടെ ഫുള്ളൊരു വെട്ടമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അത് തന്നെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, നമ്മൾ ഇടവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാര്യമാണ് ഈ സംസാരിച്ചത്. ഇനി തിരിച്ച് വൃശ്ചിക മാസമാണ് ഇത് സംഭവിക്കുന്നത്. വൃശ്ചിക മാസത്തിൽ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു, അതായത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച് ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൽ തന്നെ ആയിരിക്കും സൂര്യനും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടിയപ്പം എന്ത് സംഭവിച്ചു? കറുത്ത വാവുമായി പൂർണ്ണമായിട്ടുള്ള ഡെബിലിറ്റേഷനും ചന്ദ്രന് സംഭവിച്ചു. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെബിലിറ്റേഷനും ആണ്. മൂണിന് മൈനസ് എന്ന് വേണം പറയാം. മൈനസിൻ്റെ മൈനസിലും കൊണ്ടുപോയി. കാരണം അമാവാസി തന്നെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു അവസ്ഥയല്ല. ഇതിപ്പോൾ തീർത്തും മോശമായിട്ടുള്ളൊരവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ വ്യക്തിക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ചലഞ്ചസ് ആണ് പിരിമുറുക്കം. വൈകാരികമായ തലത്തിലാണ് ഒരു വെല്ലുവിളികളായിരിക്കും. എപ്പോഴും ചന്ദ്രൻ വൈകാരികമായിട്ടുള്ള വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമുക്ക് സന്തോഷമാണ് അദ്ദേഹം ആ പ്ലാനറ്റ് നമുക്ക് തരേണ്ടത്. ചന്ദ്രൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇവിടെ ആളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ആളുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ ഈ അമാവാസിയും ചന്ദ്രന് ഡെബിലിറ്റേഷൻ സംഭവിച്ചാൽ ശാരീരികമായിട്ട് തന്നെ ആളെ ഇത് ബാധിക്കും. അപ്പം ചന്ദ്രൻ നിൽക്കുന്നത് കൂറാണ്. ആ ചന്ദ്രൻ കൂറും നമ്മൾ തന്നെയാണ്. ആ വൃശ്ചിക കൂറെന്ന് പറയുമ്പം മൈസെൽഫ് ഞാൻ തന്നെയാണ്. അപ്പം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർത്തുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെ ആ സ്ഥിതിക്ക് അവിടെ ഉള്ളത്. ഇതും ജനറലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും എവിടെ നിൽക്കുന്നു? വൃശ്ചികത്തിൽ നിൽക്കുന്നു. കറുത്ത വാവ്, അനിഴം നക്ഷത്രം, ചന്ദ്രന് പൂർണ്ണമായ ഒരു ഡെബിലിറ്റേഷൻ എന്ന് നമുക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. വാവാണ്, ഒരു ബ്രൈറ്റ്നെസ്സും ഇല്ല, തിളങ്ങാൻ പറ്റത്തില്ല, തീർന്നു. ചന്ദ്രൻ്റെ ആ ഒരവസ്ഥ തീർന്നു. ഇതൊരു ഒരവസ്ഥ. മറ്റൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യനുമുണ്ട് ചന്ദ്രനുമുണ്ട്. ഈ അവസ്ഥയിൽ ചൊവ്വ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സംഭവം ഒന്ന് മാറി, ചെറിയൊരു ചേഞ്ചസ്. കാരണം ചൊവ്വയുടെ ഹൗസാണത്. ചൊവ്വ റെഡ് എനർജിക് പ്ലാനറ്റാണ്. സൂര്യചന്ദ്രന്മാർക്ക് അവിടെ ബലം വന്നില്ലെങ്കിലും ചൊവ്വയ്ക്ക് ബലം വന്നു. ചൊവ്വയുണ്ട് അവിടെ. ചൊവ്വ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം. ഒരു വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ആള് പുറത്തിറങ്ങി. ചന്ദ്രൻ വെന്റിലേറ്ററായിരുന്നു. അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. കാരണം ചൊവ്വ പവർ തരുന്ന ആളാണ്. ചൊവ്വയുടെ കൂറാണ് വൃശ്ചികക്കൂറ്. അപ്പോൾ ആ കൂറിൻ്റെ അധിപൻ ആ സ്ഥാനത്ത് വന്നപ്പം ആ കൂറിന് ബലം വന്നു. അതാണ് അതിന് ബലം. കൂറിന് ബലം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്തു. ഒരു പരിഹാരമായി അവിടെ ചെറിയൊരു ആൾക്കൊരു
അവസ്ഥ ഒന്ന് മെച്ചപ്പെടുന്ന ഒരു എന്താ സ്ഥിതിയിലേക്കാണ് ചെയ്യുന്നത് വെച്ചാൽ ചന്ദ്രനും സൂര്യനും വൃശ്ചികത്തിൽ നിൽക്കുന്നു, കറുത്ത വാവുകയാണെങ്കിൽ നമ്മൾ ചൊവ്വയുടെ പക്ഷേ ചൊവ്വ ഇവിടെ നിന്നാൽ ചൊവ്വ 100% ചൊവ്വയുടെ സ്റ്റോൺ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ സ്റ്റോൺ കൊടുക്കുന്നതോടുകൂടി തന്നെ ആൾക്ക് വളരെ വ്യത്യാസം. അവിടെ സൂര്യൻ്റെ കൊടുക്കുന്നില്ല. സൂര്യൻ്റെ കൊടുത്താൽ വീണ്ടും ചന്ദ്രൻ വീണ്ടും വീണ്ടും ഡാമേജ് ആയിപ്പോകും. കാരണം സൂര്യൻ്റെ ആ പ്രഭാവം കൊണ്ട് ആണ് നമുക്കെപ്പോഴും സൂര്യൻ്റെ സ്റ്റോൺ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ വീക്കാവും. അപ്പോൾ ഇവിടെ നമുക്ക് ചൊവ്വയുടെ കൂറാണല്ലോ, പുള്ളിയെ ബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ പരിപാടി ഉള്ളൂ ഇതിനകത്ത്. അത് നമ്മൾ ആളുടെ ബാക്കിയുള്ള കംപ്ലീറ്റ് പ്ലാനറ്ററി പൊസിഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നല്ല ക്യാരറ്റേജ് ആൾക്ക് കൊടുക്കുക. ചിലപ്പോൾ 9-10 ക്യാരറ്റ് വരെ ചിലപ്പം കൊടുക്കാൻ പറ്റും. വളരെ വ്യത്യാസം, വളരെ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ സംഭവിക്കും ആൾക്ക്. ആളുടെ കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. അവിടെയാണ് രത്നങ്ങളുടെ സവിശേഷത, പ്രകൃതിയുടെ ഒരു അനുഗ്രഹം. എന്താ വെച്ചാൽ പ്രകൃതി തന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള റെമഡി അവിടെ വർക്കൗട്ടാവും. നാച്ചുറൽ റെമഡിയാണത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിവരങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ അത് പങ്കുവയ്ക്കണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു സമയം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഈ ഒരു വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം, നന്ദി.